ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ രാവിലെയാണ് ഇതിപ്പം നമ്മൾ പത്രം കിട്ടുന്ന രാവിലെ ആണല്ലോ. അപ്പോൾ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ നോക്കി തീർക്കാൻ പറ്റിയ കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. എനിക്ക് നോക്കി മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ബഡ്ജറ്റ്, വേൾഡിലെ 5th ലാർജസ്റ്റ് എക്കോണമിയായ ഇന്ത്യയുടെ ബഡ്ജറ്റ്, നിർമ്മലാ സീതാരാമൻ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്ന 7ാമത്തെ ബഡ്ജറ്റ്. അവർ ഇന്നലെ റെക്കോർഡിംഗ് ക്രിയേറ്റ് ചെയ്തു. മൊറാർജി ദേശായിയാണ് ഇന്ത്യയിൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്, 6 ബഡ്ജറ്റ്സ്. പക്ഷെ അതിനെ ഇന്നലെ അവർ ഓവർടേക്ക് ചെയ്ത് 7 ബഡ്ജറ്റ്സ് ആക്കി. അപ്പൊ ബഡ്ജറ്റിന് മിക്സഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. എസ്പെഷ്യലി ഓപ്പോസിഷൻ പാർട്ടീസ് എപ്പോഴും ബഡ്ജറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തേ ഉള്ളൂ. കേരളത്തിന്റെ കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ ഇല്ലാത്തതിന്റെ പേരിൽ കേരളത്തിലെ ലീഡേഴ്സും റൂളിംഗ് ഓപ്പോസിഷൻ പാർട്ടീസും എല്ലാം ബഡ്ജറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ നല്ല നിർദ്ദേശങ്ങളും ബഡ്ജറ്റിലുണ്ട്. അത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പൊ ഇതില് ആദ്യം ഈ ബഡ്ജറ്റിലെ സ്മോൾ സെർവിങ്സ് മെനി പ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊക്കെ ഒരു ഹെഡിങ്ങിലാണ് ഈ ആർട്ടിക്കിള്, ഈ ന്യൂസ് ആർട്ടിക്കിൾ വന്നേക്കുന്നത്. ഫുൾ ആർട്ടിക്കിൾസ് ആണ്. അത് ഹിന്ദുവിൽ ഫുൾ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് ആർട്ടിക്കിൾസ് ആണ്. നിങ്ങൾ വായിച്ചാലും തീരാത്തത്രത്തോളം ഉണ്ട്. അപ്പൊ ആദ്യം ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞോട്ടെ. ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്, അത് എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്. അതായത് ഗവൺമെന്റിന്റെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻകം എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള ഡിഫറൻസ്. ഇൻകം കുറവ്, എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും ഇന്ത്യക്കൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഡെഫിസിറ്റ് ഉണ്ടാവും. അതിനാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒരു പെർസെന്റേജ് നടത്തും. അപ്പം ഇന്ത്യയുടെ അടുത്ത കാലത്തെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുറയ്ക്കാൻ പറ്റിയ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. 4.9% ഓഫ് GDP. 4.9% ഓഫ് GDP. ഇന്ത്യയുടെ GDP എത്രയാണോ അതിന്റെ 4.9%, 4.9% നമ്മളുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആവാനുള്ളതാണ്. അടുത്ത 1-2 വർഷം കൊണ്ട് അത് 4.5% ഓഫ് GDP ആക്കും. അപ്പൊ അത് 4.5% ഓഫ് GDP ആക്കി മാറ്റിയാൽ S&P, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ എന്ന് പറയുന്ന ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ ഇൻക്രീസ് ചെയ്താലേ രാജ്യത്തിന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇതൊക്കെ ബോറോവിങ് ചെയ്യുമ്പോൾ, അതുപോലെ നമ്മളെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എല്ലാം നമ്മളുടെ ക്രെഡിറ്റ് പ്രൊഫൈൽ നോക്കിയിട്ടാണ്. നമുക്ക് ക്രെഡിറ്റ് ഇല്ലേ, ക്രെഡിറ്റ് പ്രൊഫൈൽ ഇല്ല, സിബിൽ സ്കോർ. നമ്മളിപ്പോ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ നമുക്ക് സിബിൽ സ്കോർ മോശമാകത്തില്ലേ, പിന്നെ ലോൺ കിട്ടുമോ? പറഞ്ഞ പോലെ തന്നെ കൺട്രീസിനും ക്രെഡിറ്റ് സ്കോർ ഉണ്ട്. അപ്പം ആ ക്രെഡിറ്റ് സ്കോർ ഒക്കെ കൂടാൻ എപ്പോഴും ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുന്നത് സഹായിക്കും. അപ്പം അത് മാത്രമല്ല ബോറോയിങ് കോസ്റ്റും എല്ലാം കുറയും ഗവൺമെന്റ്. അപ്പൊ എന്തായാലും ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇപ്പൊ 4.9% ഓഫ് GDP-യിലേക്കാണ് നിർത്തിയേക്കുന്നത്. പിന്നെ ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട്, അത് ഇവിടെ പറയുന്നുണ്ട്, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു ട്വീക്കിംഗ് ഒക്കെ നടത്തി. അതായത് ഇൻകം ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഇൻകം ടാക്സ് സിസ്റ്റം ഇന്ത്യയിലുണ്ട്. 2 ഇൻകം ടാക്സ് രീതികളുണ്ട്. ഒന്ന് ഓൾഡ് സിസ്റ്റവും ന്യൂ സിസ്റ്റവും. ഓൾഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗുണമില്ല. ന്യൂ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഏതാണ്ട് 17,500 രൂപ ഒരു വർഷം ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അനൗൺസ്മെന്റുകൾ ഈ ബഡ്ജറ്റിലുണ്ട്. ഏതാണ്ട് 17,500 റുപ്പീസ് ന്യൂ ടാക്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്നവർക്ക്. അപ്പൊ അതില് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പ് 50,000 രൂപയായിരുന്നു ഈ ടാക്സ് പേഴ്സിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അത് 75,000 ആയിട്ട് കൂട്ടി. പിന്നെ ടാക്സ് സ്ലാബിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് അടുത്ത പേജിലുണ്ട്. നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിലൊന്നും പോകേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളൊരു ഹിന്ദു വായിച്ചാൽ അതിൻ്റെ അകത്തുണ്ട് സ്ലാബ്സും എല്ലാം. അപ്പൊ ആ സ്ലാബിൽ ചെറിയ ചേഞ്ച് വരുത്തി ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 എന്നുള്ള 75,000 ആയിട്ട് കൂട്ടിയപ്പോൾ ഏതാണ്ട് 17,500 രൂപ ഒരു വർഷം ടാക്സിൽ സേവ് ചെയ്യാൻ പറ്റും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇനി പെൻഷനേഴ്സിനും ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവർക്ക് 10,000 രൂപയായിരുന്നു 25,000 ആയിട്ട് കൂട്ടിയിട്ടുണ്ട് പെൻഷനേഴ്സിന്. അപ്പൊ അവർക്ക് ഒരു ചെറിയ ബെനിഫിറ്റ് ടാക്സിൽ സേവിങ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് ഓക്കെ, ഇതൊക്കെയാണ് ഫ്രണ്ട് പേജിൽ അവർ വലിയ ഇതായിട്ട് പറയുന്നത്. പിന്നെ ഫ്രണ്ട് പേജിൽ പറയുന്നത് അത് അകത്തെ പേജിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോണില്ല. പിന്നെ ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പൊ താങ്ങി നിർത്തുന്നത് 2 പാർട്ടികളാണ് മെയിൻ ആയിട്ട്. ബീഹാർ ഭരിക്കുന്ന ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന പാർട്ടി, നിതീഷ് കുമാർ അവിടുത്തെ ചീഫ് മിനിസ്റ്ററിന്റെ പാർട്ടിയും, ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറയുന്ന പാർട്ടി. അതുകൊണ്ട് 2 സ്റ്റേറ്റൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ആ സ്റ്റേറ്റുകൾക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അവർ ഇത്തരത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷെ they were forced to be compromise with all these states because of the fact that they are now running a coalition government. ഒരു coalition government ആണ്, and they are too much dependent on Nitish Kumar and Chandrababu Naidu for the survival of their government, third Modi government.
അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ ബഡ്ജറ്റിലും കാണാൻ പറ്റും. അത് വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതിന്റെ ഒരു പൊളിറ്റിക്സ് പറഞ്ഞാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ FM റിവൈസസ് പേഴ്സണൽ ഇൻകം ടാക്സ് സ്ലാബ്സ് എന്നൊരു ഇത് കാണാം. ഇതിന്റെ അകത്ത് ഇൻകം ടാക്സ് സ്ലാബുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലാബ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം. സ്ലാബ് ഒക്കെ നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു സാലറിഡ് ക്ലാസ് ആയിട്ടുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ, അല്ല ആ സ്ലാബ് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം മുമ്പെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ് വരുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. മുമ്പ് 3 to 6 lakh ഇൻകം ഉള്ളവർക്ക് 5% ആയിരുന്നു ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. അതിപ്പോ 3 to 7 lakh ആക്കി. അപ്പൊ തന്നെ ഒരു ചെറിയ സേവിങ്സ് അവിടെ ഉണ്ടാകത്തില്ലേ. 3 lakhs വരെ ഈ ന്യൂ ടാക്സ് സിസ്റ്റത്തിൽ 3 lakhs വരെ ടാക്സ് ഇല്ല. അത് അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് കാലം പുതിയ ടാക്സ് സിസ്റ്റം വന്നതിന് ശേഷം. ഓൾഡ് ടാക്സ് സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്യാം, അത് വേണമെന്നുള്ളവർക്ക്. അപ്പൊ 3 lakhs വരെ ടാക്സ് ഇല്ല. മുമ്പ് 3 to 6 lakhs വരെ 5% ആയിരുന്നു. 3 to 7 lakhs ആക്കി ഇപ്പൊ 5%. പിന്നെ അടുത്തത് 7 to 12 lakhs ഇത്ര പെർസെന്റേജ്, അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞാണ്. 7 to 12 അല്ല 7 to 12 lakhs അങ്ങനെയൊക്കെ ഓരോരോ സ്ലാബിൽ ചെറിയൊരു ട്വീക്കിംഗ് ഒക്കെ വരുത്തിയാണ് ഈ 17,000. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഞാൻ പറഞ്ഞല്ലോ 50,000 ആയിരുന്നു 75,000 രൂപയാക്കി. അങ്ങനെയൊക്കെയാണ് ഈ കുറച്ച് സേവിങ്സ് ഈ ടാക്സ് കൊടുക്കുന്ന ആൾക്കാർക്ക് വന്നേക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, അതിന്റെ വലിയ അത്യാവശ്യം ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പിന്നീട് ഏഞ്ചൽ ടാക്സ് ഓൺ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റാർട്ടപ്സ് നിക്സ്ഡ് എന്നൊരു ന്യൂസ് കാണാം. എന്താണ് ഏഞ്ചൽ ടാക്സ്? ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റർ, ഇപ്പൊ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയെന്ന് കരുതിക്കോ. ഞാനൊരു സ്റ്റാർട്ടപ്പ്, ഈ സ്വിഗ്ഗി, സൊമാറ്റോ, യൂബർ അല്ലെങ്കിൽ ഓല, ഇതെല്ലാം ഒരു സമയത്ത് സ്റ്റാർട്ടപ്സ് ആയിരുന്നു. നമ്മളെ പോലുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെ അത്ര ചിലപ്പോൾ സാമ്പത്തിക പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അതൊക്കെ തുടങ്ങിയത്. അപ്പൊ അവരുടെ ഐഡിയ നല്ലതായതുകൊണ്ട് അവരുടെ ഈ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരും. ആ ഇൻവെസ്റ്റേഴ്സ് അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് മെയിൻലി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി അവർ ലൈക്ക് ഏഞ്ചൽസ് അല്ലേ, നമുക്ക് ഫണ്ടിങ് കൊണ്ടുവരുന്ന ആൾക്കാർ. അപ്പൊ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് മുമ്പ് ടാക്സ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ജോബ് ബൂമിന് കാരണമാവുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് ഇത്തരത്തിൽ സ്റ്റാർട്ടപ്പുകളെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഉണ്ടായിരുന്ന ടാക്സ് ഏഞ്ചൽ ടാക്സ് എന്ന് അറിയപ്പെടുന്നത് അത് അബോളിഷ് ചെയ്തു. അപ്പൊ സ്റ്റാർട്ടപ്പുകൾക്ക് ഉണ്ടായിരുന്ന ഏഞ്ചൽ ടാക്സ് അബോളിഷ് ചെയ്തു. എസ്പെഷ്യലി ഏഞ്ചൽ ടാക്സ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിനേഴ്സും ഇൻവെസ്റ്റ് ചെയ്യും, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ പിന്തിരിപ്പിച്ചിരുന്ന ഒരു ഘടകമായിരുന്നു ഈ ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതവിടെ പറയുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താണെന്ന് ഞാൻ പറയാം. ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട അടുത്ത പേജിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സ്റ്റോക്സ് വോബിൾ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പ്ലാൻ. ഇന്നലെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു. ഇന്നലെ ബഡ്ജറ്റ് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു. ഇന്നലെ ബഡ്ജറ്റ് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഷെയർ മാർക്കറ്റ് ഇടിയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഷെയർ മാർക്കറ്റ് ഇടിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻലി 2 കാര്യങ്ങളാണ്. ഒന്ന് STT എന്ന് പറയുന്നൊരു സംഭവം, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. നമ്മൾ സെക്യൂരിറ്റീസ് ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ബൈ ചെയ്യും സെല്ല് ചെയ്യുമ്പോൾ അതിൽ ഈടാക്കുന്ന ടാക്സ് ആണ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഇപ്പൊ ഞാൻ പോയി വാങ്ങിയാലും നിങ്ങൾ പോയി വാങ്ങിയാലും ആര് വാങ്ങിയാലും വാങ്ങി വിൽക്കുകയും ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ പെർസെന്റ് ടാക്സ് അവർ ഈടാക്കാനാണ് STT സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ഡയറക്ട് ടാക്സ് കളക്ഷനിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ വഹിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ STT. ബിക്കോസ് ലോട്ട് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്ലോക്കിംഗ് ടു സ്റ്റോക്ക് മാർക്കറ്റ്സ്. അപ്പൊ അത്രയും ട്രാൻസാക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റ് നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഡെയിലി ഗവൺമെന്റ് STT കിട്ടുന്നത്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. പക്ഷെ നമ്മൾ നോർമൽ ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനുള്ള STT ടാക്സിൽ ഗവൺമെന്റ് തൊട്ടിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ്. എത്ര പെർസെന്റ് ആണോ ഇപ്പൊ അത്രേ ഉള്ളൂ. പക്ഷേ F&O എന്ന് പറയുന്ന സംഭവമുണ്ട്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഷെയർ നമ്മൾ ഷെയർ സെയിലിംഗ് നടത്തുമ്പോഴത്തേക്ക് നടത്തുന്ന ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി കൂടുതൽ STT കൊടുക്കേണ്ടി വരും. അതൊരു കാര്യം. പക്ഷെ അത് സെബിയൊക്കെ പോലെ ആഗ്രഹിച്ചിരുന്നതാണ്. ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഊഹക്കച്ചവടമാണ് മെയിൻലി. ഈ ഊഹക്കച്ചവടം കുറച്ച് പ്രശ്നമാണ്. അതിലേക്ക് നമ്മളെ റീറ്റെയിൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വന്ന് ഇങ്ങനെ ഊഹക്കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അത് ഭാവിയിൽ മാർക്കറ്റിൽ വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഈ ചെറിയ ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പോൾ വൻ നഷ്ടം ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സെബി തന്നെ ഈ ഇടയ്ക്ക്, സെബി ആരാണ്? ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ. സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തന്നെ ഈ ഇടയ്ക്ക് അതിൽ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ STT സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കൂടെ കൊണ്ടുവന്ന് അവനെ വീണ്ടും കൺട്രോൾ ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതാണ് F&O, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. പക്ഷെ അതല്ല സ്റ്റോക്ക് മാർക്കറ്റിന്റെ കൂടുതൽ പാനിക് ആക്കിയത്.
കൂടുതൽ പാനിക് ആക്കിയ എന്താണെന്ന് വെച്ചാൽ LTCG ആണ്. LTCG എന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും പിന്നെ സ്മോൾ ടേം STCG ഉണ്ട്, സ്മോൾ ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടാക്സുകൾ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും സ്മോൾ ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇത് രണ്ടും ഓൾറെഡി ഉള്ളതാ സ്റ്റോക്ക് മാർക്കറ്റിൽ. പക്ഷെ ഗവൺമെന്റ് ഇന്നലെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% ആയിരുന്നത്, അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. 10% ആയിരുന്നത് 12.5% ആയിട്ട് കൂട്ടി. അതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% ആയിരുന്നത് 10% ആയിരുന്നു 15% ആയിരുന്നു, എനിക്ക് ഡൗട്ട് ഉണ്ട്, ഒരു സെക്കൻഡ്. 15% ആയിരുന്നു കേട്ടോ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 15% ആയിരുന്നു 20% ആയിട്ട് കൂട്ടി. ഇത് ഇങ്ങനെ തന്നെ 10 ആയിരുന്നു 12.5% ആയിട്ട് കൂട്ടി. അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. സ്മോൾ ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 15% 20% ആയിട്ട് കൂട്ടി. അപ്പൊ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരത്തില്ലേ? അപ്പൊ അത് മാർക്കറ്റ് പ്ലേയേഴ്സിനെ പാനിക് ആക്കി. സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല കേട്ടോ, ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു വസ്തു വാങ്ങി വിറ്റാലും അതിലും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താണെന്ന് അറിയാമോ? നമ്മളെ കയ്യിൽ ഒരു സാധനം, ഇപ്പൊ ഞാൻ ഇപ്പൊ കുറെ ഷെയർ വാങ്ങി, ആ ഷെയറിന്റെ വാല്യൂ 5 ലക്ഷം രൂപയാണെന്ന് കരുതിക്കോ, 5 lakhs. ഇപ്പൊ ഞാൻ ഒരു 1 year കഴിഞ്ഞിട്ട് ഇത് സെല് ചെയ്യുന്നു, ആ സമയത്ത് ഇതിന്റെ വാല്യൂ 6.5 lakhs ആണെന്ന് കരുതിക്കോ. അപ്പൊ എപ്പോ എനിക്ക് എത്ര ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി? ഇതാണ് ക്യാപിറ്റൽ ഗെയിൻ. 5 lakhs 6.5 lakhs, അപ്പൊ 1.5 lakhs ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. എന്റെ ക്യാപിറ്റൽ ഗെയിൻ 1 lakh കൂടുതലാണ് ഒരു വർഷമെങ്കിൽ ഈ പെർസെന്റേജ് ടാക്സ് കൊടുക്കണമായിരുന്നു. പക്ഷെ അതിപ്പോ ഈ ബഡ്ജറ്റിൽ അത് 1.25 lakhs ആക്കി. അതായത് എന്റെ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ഷെയറിന്റെ വാല്യൂ ഞാൻ അടുത്ത വർഷം വിൽക്കുമ്പോൾ 6.25 ലക്ഷം രൂപ, അതായത് 1.25 lakhs കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. മനസ്സിലായോ? ഇനി ഒരു വർഷത്തിനകത്താണ് വിൽക്കുന്നതെങ്കിലും അതിലും സ്മോൾ ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അത് എനിക്ക് തോന്നുന്നു 1.25 lakhs ആണെന്ന് തോന്നുന്നു എന്റെ ലിമിറ്റ്. ഓക്കെ, അത് ഇപ്പൊ കൂട്ടിയതാ, മുമ്പ് അത് 1 lakh ആയിരുന്നു. ഇതാണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലൊക്കെ കുറച്ച് ഇൻക്രീസ് വരുത്തിയോണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെ കുറച്ച് പാനിക് ആയിട്ട് റിയാക്ട് ചെയ്തത്. മനസ്സിലായി? അതൊക്കെ തിരിച്ചു കയറും ഇനി ഉടനെ തന്നെ. പിന്നെ ഇവിടെ കുമാരമംഗലം ബിർള, ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാൻ കുമാരമംഗലം ബിർള ഈ ബഡ്ജറ്റിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അതേ ഒരു കാര്യം പറഞ്ഞുണ്ട്. അത് ഈ അകത്തെ പേജിലൊക്കെ ഇല്ലെങ്കിലോ എന്ന് കരുതി ഇപ്പോഴേ പറഞ്ഞതാണ്. ക്യാപെക്സിന് വേണ്ടി ഗവൺമെന്റ് നമ്മളുടെ കോവിഡ് സമയത്ത് നമ്മളുടെ GDP തിരിച്ചു പിടിച്ചത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ ഗ്രോത്ത്, നമ്മളുടെ എക്കോണമിയുടെ ഗ്രോത്ത് തിരിച്ചു പിടിച്ചത് എങ്ങനെയാണെന്ന് ക്യാപെക്സ് വഴിയാണ്. പബ്ലിക് ക്യാപെക്സ് വഴി. പബ്ലിക് ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ മിക്കവാറുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി ജോബ് ജനറേറ്റ് ചെയ്യുന്ന സെക്ടേഴ്സ് ആണ്. അപ്പം ഭാവിയിൽ കൂടുതലായിട്ട് നമ്മളുടെ മൂലധന നിക്ഷേപം, മറ്റ് ഇൻവെസ്റ്റ്മെന്റിനൊക്കെ സഹായിക്കുന്നതാണ് എപ്പോഴും ക്യാപെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാപെക്സിന് ഈ കോവിഡ് സമയത്തോട്ടെ ഗവൺമെന്റ് ഭയങ്കര ബൂസ്റ്റ് കൊടുത്ത് വന്ന് ഇപ്പോഴത്തെ ബഡ്ജറ്റിലെ ക്യാപെക്സ് 11.1 lakh crore ആണ്. 11.1 lakh crore, 11,11,10,000 കോടി. 11,11,10,000 കോടി, 11.1 lakh crore ആണ് ഇപ്പോഴത്തെ ക്യാപെക്സ്. അതൊന്ന് പഠിച്ചു വെച്ചോളണം, ബഡ്ജറ്റിൽ വെച്ചേക്കുന്ന ക്യാപെക്സ്. പിന്നീട് ഇവിടെ ഫിനാൻസ് മിനിസ്റ്റർ റൈസസ് STT. ഞാൻ ഇത് പറഞ്ഞല്ലേ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ കൂട്ടിയ കാര്യം, ടാക്സ് കൂട്ടിയ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഗോൾഡിന്റെയും സിൽവറിന്റെയും വില ഇന്നലെ ഭയങ്കരമായിട്ട് കേരളത്തിൽ കുറഞ്ഞു. 1 പവൻ ഗോൾഡിന്റെ വില ഇന്നലെ ഒരു ദിവസം കൊണ്ട് 2000 രൂപ കുറഞ്ഞു. അത് ഇനിയും കുറയാൻ പോയാണ്, വീണ്ടും കുറയും. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? 15% ആയിരുന്നു ഗോൾഡിന്റെയും സിൽവറിന്റെയും മുകളിൽ ഗവൺമെന്റ് ഈടാക്കിയിരുന്ന കസ്റ്റംസ് ഡ്യൂട്ടി. 15%. മനസ്സിലായോ? ആ കസ്റ്റംസ് ഡ്യൂട്ടി 6% ആയിട്ട് കുറഞ്ഞു. പ്ലാറ്റിനത്തിന്റെയും കുറച്ചു, 6.4% ആയിട്ട് കണ്ട. അപ്പൊ ഗോൾഡിന്റെയും സിൽവറിന്റെയും മുകളിലുണ്ടായിരുന്ന കസ്റ്റംസ് ഡ്യൂട്ടി 15% ആയിരുന്നത് 6% കുറച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് അതനുസരിച്ച് തന്നെ ഈ സാധനങ്ങളുടെ വിലയിൽ കുറവുണ്ടായി. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 2000 രൂപയുടെ കുറവാണ് ഗോൾഡിന്റെ കാര്യത്തിൽ ഇന്നലെ കേരളത്തിൽ രേഖപ്പെടുത്തി. പക്ഷെ അത് എന്നെ കുറച്ച് വിഷമിപ്പിച്ച കാര്യം, എനിക്ക് അടുത്ത മാസം കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗോൾഡ് കുറച്ച് പ്ലഡ്ജ് ചെയ്യാൻ, എന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, പ്ലഡ്ജ് ചെയ്യാൻ ഞാൻ ഇരുന്നതാണ്. അപ്പം ഗോൾഡിന്റെ വില കുറയുന്ന, ഗോൾഡ് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർക്ക് നഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ പ്ലെഡ്ജിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അതൊരു ഇതായിട്ട് ഉപയോഗിക്കുന്നില്ലേ, കൊളാറ്ററലായിട്ട്. അപ്പൊ അത് നമുക്ക് നഷ്ടമാണ്. പക്ഷെ വാങ്ങുന്നവർക്ക് നല്ലതാണ്, ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്. അപ്പോ അത് അവിടെ കാണിക്കാം. അത് ഗോൾഡ് സ്മഗ്ലിംഗ് മെയിൻലി കുറയ്ക്കാനാണ് ഇത് സംഭവം, ഇങ്ങനെ ഇത് കുറച്ചത്.
കാര്യം നമ്മുടെ UAE-യിലെയും കേരളത്തിലെയും ഗോൾഡിന്റെ വിലയിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെ ടാക്സ് ഒക്കെ വളരെ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വളരെ വില കുറവാണ്. അപ്പൊ അവിടെ നിന്ന് സ്മഗിൾ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഭയങ്കര വിലയ്ക്ക് വിൽക്കും. അപ്പൊ ഇപ്പൊ ഏതാണ്ട് UAE-യിലേക്ക് ഇന്ത്യയിലെ വില പാരിറ്റിയിലാക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ടാക്സ് ഒക്കെ കുറച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റ് പ്രപ്പോസസ് ടെക് പ്ലാറ്റ്ഫോം ടു ബൂസ്റ്റ് IBC മോർ NCLTs. IBC ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡാണ് IBC. അരുൺ ജെയ്റ്റ്ലി ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് 2016 കൊണ്ടുവരുന്ന നിയമമാണ് IBC 2016. ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത ബിഗ് കോർപ്പറേറ്റ്സിന്റെ ആ ലോണുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. സ്റ്റിൽ ഇറ്റ് ഹാസ് ഡെഫിഷ്യൻസീസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് എ ഗ്രേറ്റ് ഡീൽ ഫോർ ബാങ്ക്സ് ടു get back those loans defaulted by the big corporates, but still it has deficiencies, still it has problems. അതിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പെറൻസി ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇന്റഗ്രേറ്റഡ് ടെക്നോളജി പ്ലാറ്റ്ഫോം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണം IBCക്ക് വേണ്ടിയിട്ട്, ട്രാൻസ്പെറൻസി ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ IBC എന്ന് പറഞ്ഞാൽ എപ്പോഴും കോർട്ട് പ്രൊസീഡിങ്സ് വേണമല്ലോ ഈ പൈസയൊക്കെ തിരിച്ചു പിടിക്കുക, അവന്മാരെ കോടതി കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ടുള്ള സ്പെഷ്യൽ കോർട്ടുകളാണ് NCLTs എന്ന് പറയുന്നത്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽസ്. അതിന്റെ കൂടുതൽ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഫാസ്റ്റർ റീഡ്രസൽ ഓഫ് ദീസ് കേസസ് അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിട്ട് ഇതിന്റെ റെസല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ NCLTs സ്ഥാപിക്കാൻ തീരുമാനിച്ചു. IBCയുടെ അണ്ടറിലുള്ള കേസുകൾ പരിഗണിക്കണമെങ്കിൽ NCLT വേണം. അത് കോടതിയാണ് NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. NCLT എന്താണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അത് കഴിഞ്ഞ് ഇവിടെ പറയേണ്ട അത്യാവശ്യമുള്ള 1-2 കാര്യങ്ങളുണ്ട്. 5 ന്യൂ സ്കീംസ് ടു എയ്ഡ് ജോബ് ക്രിയേഷൻ. ഗവൺമെന്റിന് അറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ BJP പ്രതീക്ഷിച്ച വിജയം അവർക്ക് കിട്ടാൻ ഒരു കാര്യം അൺഎംപ്ലോയ്മെന്റ് ആണ്, യൂത്തിന്റെ ഇടയിലുള്ള റെസന്റ്മെന്റ് ആണ് ഡ്യൂ ടു ദ അൺഎംപ്ലോയ്മെന്റ്. അതിനെ അഡ്രസ് ചെയ്യുന്നതിനെയാണ് ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ മെയ് വഴക്കം ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതില് അവർ ചെയ്തേക്കെന്ന് വെച്ചാൽ 2 lakh crores മാറ്റി വെച്ചേക്കാണ് അടുത്ത 5 വർഷത്തേക്ക് ജോബ് ജനറേറ്റ് ചെയ്യാൻ. അടുത്ത 5 yearsലേക്ക് ജോബ് ജനറേറ്റ് ചെയ്യാൻ 2 lakhs crores മാറ്റി വെച്ചേക്കുന്നു. അത് 4.1 crore ഇന്ത്യൻ യൂത്തിനെ അതിന്റെ ഗുണം ചെയ്യും എന്നാണ് അവർ പറയുന്നത്. 4.1 crore ഇന്ത്യൻ യൂത്തിനെ അതിന്റെ ഗുണം ചെയ്യുമെന്നാണ് അവര് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പുതുതായിട്ട് ജോലിയിൽ കയറുന്ന ആൾക്കാർ. ആ സ്കീമൊക്കെ 3-4 സ്കീംസ് അവർ പറയുന്നുണ്ട്. ആ സ്കീംസിന് പ്രത്യേക പേരൊന്നും ഈ പറയുന്നില്ല. പുതുതായിട്ട് ജോലി കയറുന്ന ആൾക്കാർ അവരുടെ എംപ്ലോയ്മെന്റ് EPF-ൽ പിന്നീട് രജിസ്റ്റർ ചെയ്തിരിക്കണം. EPF എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഞാനിപ്പോ പുതുതായിട്ടൊരു ജോലി കയറുന്നു, ഞാൻ അങ്ങനെ ജോലി കയറിയതായിട്ട് EPF-ൽ എൻറോൾ ചെയ്യണം. എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് അതായത് എന്റെ PF അടച്ചിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ അടച്ചാൽ എന്റെ അക്കൗണ്ടിലേക്ക് എംപ്ലോയർ ആണ് EPF-ൽ രജിസ്റ്റർ ചെയ്യേണ്ടതല്ല, ഞാനല്ല രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്റെ എംപ്ലോയർ. അടുത്ത 3 മാസം 5000 രൂപ വെച്ച് എനിക്ക് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 15,000 rupees ഗവൺമെന്റ് തരും. മനസ്സിലായോ? അങ്ങനെ 15,000 rupees തരുന്ന എന്റെ ശമ്പളം 1 ലക്ഷം രൂപ വരെ ആണ് എന്റെ ലിമിറ്റ്. എനിക്ക് മാസം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആളാണെങ്കിലും ആദ്യത്തെ 3 മാസം കൊണ്ട് ഗവൺമെന്റ് എനിക്ക് 15,000 രൂപ ഇൻസെന്റീവ് ആയിട്ട് തരും. അതാണ് ഒരു സ്കീം. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ബൂസ്റ്റ് കിട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ ഒരു സ്കീം ഉണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അഡീഷണൽ ആയിട്ട് ജോബ് ജനറേറ്റ് ചെയ്യുന്ന എംപ്ലോയേഴ്സിന് കുറെ ഇൻസെന്റീവ്സ്. അഡീഷണൽ ആയിട്ട് ജോബ് ജനറേറ്റ് ചെയ്യുന്ന എംപ്ലോയേഴ്സിന് അഡീഷണൽ ആയിട്ട് ജോബ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത 2 വർഷത്തേക്ക് 2 വർഷത്തേക്ക് അവര് ഈ എംപ്ലോയർ PF-ലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് സാലറി നിന്നും PF പിടിക്കും. അപ്പൊ എംപ്ലോയർ കൊടുക്കുന്ന PF കോൺട്രിബ്യൂഷനിൽ 2 വർഷം 3000 രൂപ വെച്ച് മാസം വരെ ഗവൺമെന്റ് കൊടുക്കും. ഇപ്പൊ എനിക്കാണ് ഒരു ജോലി ഒരു കമ്പനി തരുന്നത്, ആ കമ്പനി അഡീഷണൽ ആയിട്ട് ഒരു ജോബ് ജനറേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആ ജോബ് തന്നതെന്ന് കരുതിക്കോ. എന്റെ PF കോൺട്രിബ്യൂഷൻ ആയിട്ട് എംപ്ലോയർ കൊടുക്കേണ്ടത് 2 വർഷത്തേക്ക് 3000 രൂപ വെച്ച് ഗവൺമെന്റ് മാസം തോറും 3000 രൂപ വെച്ച് ഗവൺമെന്റ് കൊടുക്കുക. അതായത് 36,000 രൂപ പെർ ഇയർ വെച്ച് 2 വർഷത്തേക്ക് 72,000 രൂപ അടയ്ക്കേണ്ട PF, എന്റെ എംപ്ലോയർ അടയ്ക്കേണ്ട PF ഗവൺമെന്റ് അടയ്ക്കും. അത് അഡീഷണൽ ജോബ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. പിന്നെ ഇന്ത്യയിലെ 1000-ഓളം ITIs മോഡേണൈസ് ചെയ്തിട്ട് അതുവഴി ഏതാണ്ട് 20 ലക്ഷത്തോളം യൂത്തിന്റെ സ്കിൽ ഡെവലപ്മെന്റ്, 20 ലക്ഷത്തോളം യൂത്തിനെ സ്കിൽഫുൾ ആക്കും, കൂടുതൽ എംപ്ലോയബിൾ ആക്കും. 1000-ഓളം ITIs കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട്. പിന്നെ ഇന്ത്യയിലെ 500 കമ്പനീസിൽ, അതാണ് ഇവിടെ പറഞ്ഞ, ഇന്ത്യയിലെ 500 കമ്പനീസിൽ 12 മാസത്തെ
ഏറ്റവും ടോപ്പ് 500 കമ്പനി, റിലയൻസ് ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ടോപ്പ് 500 കമ്പനീസിൽ 12 മാസത്തെ ഇന്റേൺഷിപ്പ് കൊടുക്കും ഇന്ത്യയിലെ 1 കോടിയോളം യുവാക്കൾക്ക് അടുത്ത 5 വർഷം കൊണ്ട്. ഈ ഇന്റേൺഷിപ്പിൽ സമയത്ത് 5000 രൂപ വെച്ച് സർക്കാർ എന്തോ തരും, നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് തരും. പിന്നെ ഒരു 6000 രൂപ ഒരു ഓൺ ടൈം പേയ്മെന്റ് ആയിട്ട് തരും. അങ്ങനെ മൊത്തം 12 ഇൻറ്റു 5000 60,000 പ്ലസ് 6000 66,000 രൂപ വർഷം യൂത്തിന് കിട്ടും. ഈ ഈ ഇന്റേൺഷിപ്പിന് തിരഞ്ഞെടുക്കുന്നവർക്ക് 500 ടോപ്പ് കമ്പനീസിലാണ്. അപ്പൊ ആ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ ഇപ്പൊ റിലയൻസ് പോലുള്ള, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലുള്ള, അല്ലെങ്കിൽ ITC പോലുള്ള കമ്പനികളിൽ ഇന്റേൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോലി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കത്തില്ലേ. അത് നമ്മൾ ആ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കിട്ടിക്കഴിയും. അപ്പൊ അത് പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇത് പറയുന്നത് ഈ ജോബ് ജനറേഷനായിട്ട് ബന്ധപ്പെട്ട്. കാര്യം അത് ഗവൺമെന്റിന് കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ അടിയായ സംഭവമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ചില ക്യാൻസർ ഡ്രഗ്സിന്റെ ഒക്കെ കസ്റ്റംസ് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് മരുന്നിന്റെ വില കുറയില്ല. ഞാൻ നേരത്തെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ച് കാര്യം പറഞ്ഞില്ല. അപ്പോഴല്ലേ സ്വർണത്തിന്റെ വെള്ളിയുടെ വില ഇന്നലെ തന്നെ കുറഞ്ഞു. അതുപോലെ ക്യാൻസർ മരുന്നുകളുടെയൊക്കെ വില കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ നല്ല കാര്യം അതൊക്കെ. പിന്നെ ക്രെഡിറ്റ് സപ്പോർട്ട് ഫോർ MSMEs, മുദ്ര ലോൺ ലിമിറ്റ് റൈസ് ടു 20 lakhs. ഇത് രണ്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എസ്പെഷ്യലി മുദ്ര ലോൺ അറിയാലോ. മുദ്ര എന്ന് പറയുന്നതിന് ഒരു എക്സ്പാൻഷൻ ഉണ്ട്. മുദ്ര മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി. മുദ്ര മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി മുദ്ര. ഈ മുദ്ര ലോൺ എന്ന് പറയുന്ന ലോൺ ഉണ്ട്. അത് 10 ലക്ഷം രൂപയായിരുന്നു ഇത്രയും കാലം. അതായത് ഞാനിപ്പോ ഒരു സ്വന്തം ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്. എനിക്ക് സ്വന്തം ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് താല്പര്യമുണ്ട്. പക്ഷെ എന്റെ പൈസ ഇല്ല. പക്ഷെ നല്ലൊരു സ്കീമാണ്, നല്ലൊരു പ്രോജക്ട് റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി ബാങ്കുകൾ അപ്രോച്ച് ചെയ്താൽ ബാങ്ക് മുദ്ര ലോൺ തരും. മാക്സിമം എത്ര കിട്ടും? 10 ലക്ഷം. അങ്ങനെ ആയിരുന്നു 10 lakhs. പക്ഷെ എൻ്റെ കൊളാറ്ററൽ കൊടുക്കാനൊന്നുമില്ല. അതിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുക. എനിക്ക് വീടില്ല, വസ്തുവില്ല, എനിക്ക് സ്വർണ്ണമില്ല, ഒന്നുമില്ല. പക്ഷെ കൊളാറ്ററൽ വേണ്ട. അതാണ് ഈ മുദ്ര ലോണിന്റെ പ്രത്യേകത. ആ മുദ്ര ലോണിലെ കൊളാറ്ററൽ ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് 10 ലക്ഷം ആയിരുന്നു. ഇപ്പൊ 20 lakhs ആയിട്ട് കൂട്ടി. നല്ലതല്ലേ? ഏതൊരു ചെറുകിട ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും 20 lakhs കൂടുതലൊന്നും ഇപ്പൊ തൽക്കാലം വേണ്ട. അതിൽ ആദ്യം 10 ലക്ഷം അവർ തരും. ആ 10 ലക്ഷം തിരിച്ചടച്ചു കഴിഞ്ഞാലേ 20 lakhs കിട്ടുള്ളൂ. അതാണ് അതിന്റെ സംഭവം. നല്ലതാണ് മുദ്ര. പിന്നെ ഇതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോബ് ജനറേറ്റ് ചെയ്യുന്ന സെക്ടർ MSME സെക്ടറാണ്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് സെക്ടർ. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് സെക്ടർ. ചെറുകിട ബിസിനസ് സംരംഭങ്ങളാണ് ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയിലെ മൊത്തം മാനുഫാക്ചറിങ് ഔട്ട്പുട്ടിന്റെ 35% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളിൽ 30, അല്ലാതെ അംബാനിയും അദാനിയും ഒന്നും അല്ല, അവർക്ക് ബാക്കി ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ഇന്ത്യയിലെ ചെറുകിട, നിങ്ങൾ ഈ കാണുന്ന 4-5 പേരെ വെച്ച് ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പുകളും അങ്ങനെയൊക്കെയുള്ള അവിടം തൊട്ട് ചെറുകിട വ്യവസായങ്ങളാണ് ഇന്ത്യയുടെ മൊത്തം ഉൽപാദനത്തിന്റെ 35% ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ടിന്റെ 45.7%, അതായത് ഏതാണ്ട് 46% അവരാണ് ഉൽപ്പാദിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ടിന് അത്ര ഇമ്പോർട്ടന്റ് ആ സെക്ടർ. അതുകൊണ്ട് തന്നെ അവർക്ക് മെഷീനറി പോലുള്ള സംഭവങ്ങൾ വാങ്ങാൻ ഗവൺമെന്റ് ഗ്യാരണ്ടിയിൽ 100 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാനൊരു അത്യാവശ്യം ചെറിയൊരു ഇത്തിരി വലിയൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ ഞാൻ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ഡെഫിനിഷന്റെ അകത്ത് വരുമെങ്കിൽ എനിക്കൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് എന്റെ സ്ഥാപനത്തിന്റെ മെഷീനറി ഒക്കെ വാങ്ങാൻ വേണ്ടി 100 കോടി രൂപ വരെ സർക്കാർ ഗ്യാരണ്ടിയിൽ, കൊളാട്രൽ ഒന്നും വേണ്ട. ഭയങ്കര നല്ല കാര്യമല്ലേ MSME സെക്ടറിന്? അതാണ് വേറൊരു കാര്യം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഈ പേജിൽ ഫാമേഴ്സിന്റെ മൊത്തം നമ്മളുടെ ഫാമിംഗ് ആൻഡ് അലൈഡ് സെക്ടേഴ്സിന് വേണ്ടി 1.52 lakhs crores 1.52 lakh crores മൊത്തം ഫാമിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിന് വേണ്ടി 1.52 lakh crore ആണ് ബഡ്ജറ്റിൽ മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ കുറെ മോഡേൺ കൃഷി രീതികളൊക്കെ അവലംബിക്കുന്നതിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവരിത് പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അതിന്റെ, അല്ലെങ്കിൽ തന്നെ ഹിന്ദുവിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് കൃഷിക്ക് വേണ്ടിയിട്ട് 1.52 lakh crore. ഇതിൽ തന്നെ ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന ഒരു മേഖല. ഫെർട്ടിലൈസർ സബ്സിഡി ഈ വർഷം 1,64,150 കോടി രൂപയാണ്. 1,64,150 കോടി രൂപ ഫെർട്ടിലൈസർ സബ്സിഡി. അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഫുഡ് സബ്സിഡി, അതായത് നമുക്കറിയാം ഗവൺമെന്റ് ഫ്രീ ആയിട്ടാണ് അപ്പൊ ഫുഡ് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ടാണ് ഗോതമ്പ് അരിയൊക്കെ റേഷൻ ഷോപ്പുകൾ വഴി കൊടുക്കുന്നത്. ആ സ്കീമിന്റെ പേരാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ആ സ്കീം ഉൾപ്പെടുന്ന ഫുഡ് സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈ വർഷം മാറ്റി വെച്ചേക്കുന്നത് 2,13,019 crores ആണ്. 2,13,019 crores. പിന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം.
ഗ്രാമീണ മേഖലയിൽ 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അറിഞ്ഞില്ലേ? നിങ്ങൾ ഗ്രാമീണ മേഖലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അറിയാലോ, വീടുകളുടെ അടുത്ത ആൾക്കാർ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ആ സ്കീമിന് 86,000 crore ആണ് അതിനു വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ സ്പേസ് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി 1,000 crore. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പൊ സ്പേസ് ഇത്രയും കാലം ISROയുടെ മാത്രം പെറോഗേറ്റീവ് ആയിരുന്നു, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസും എല്ലാം. നൗ ഇറ്റ് ഹാസ് ബീൻ പ്രൈവറ്റൈസ്ഡ്. പ്രൈവറ്റ് കമ്പനീസ് ക്യാൻ കം ഇൻ ടു സ്പേസ് സെക്ടർ ആൻഡ് സ്റ്റാർട്ട് ദെയർ ഓൺ കമ്പനീസ്. അപ്പം അവരെ സ്പേസ് സ്റ്റാർട്ടപ്സ് എന്ന് പറയും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇൻ സ്പേസ് എന്നൊക്കെ പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഗവൺമെന്റ് പുതുതായിട്ട് ഫോം ചെയ്തു. ഇൻ സ്പേസ്, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഇതെന്തിനാ? ഇത്രയും കാലം റെഗുലേറ്ററിന്റെ ആവശ്യമില്ലായിരുന്നു. There was only one player, that is also from government side, ISRO. Now a lot of private players are coming, so definitely there should be a regulation. Otherwise they will create chaos in that field. That's why InSpace was created. So ഈ സ്പേസ് സ്റ്റാർട്ടപ്പുകളെ ഫണ്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് 1,000 crore ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫോം ചെയ്തു. 1,000 crore അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫൻസിന്റെ അലോക്കേഷൻ എത്രയാണെന്നുള്ളത്. ഈ വർഷത്തെ ഡിഫൻസിന്റെ അലോക്കേഷൻ, ഡിഫൻസ് സെക്ടറിന് വേണ്ടിയുള്ള അലോക്കേഷൻ 6.22 lakh crore. 6.22 lakh crore അറിഞ്ഞിരിക്കുക. 6.22 lakh crore. അതൊക്കെ അത്രയും മതി. പിന്നെ അവിടെ തന്നെ ഡിഫൻസ് മേഖലയുടെ അണ്ടറിൽ ഐഡക്സ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഐഡക്സ് അതെന്ന് വെച്ചാൽ ഡിഫൻസ് മേഖലയിൽ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഈ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു പ്രോജക്റ്റ് ആണ് ഐഡക്സ് ആൻഡ് എക്സ്പാൻഷൻ ഇന്നോവേഷൻ ഇൻ ഡിഫൻസ് ത്രൂ എയ്സിംഗ് ഡെവലപ്മെന്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഐഡക്സ്. അതിനുവേണ്ടി 400 കോടി 400 crore. ഇത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരുന്ന ഒരു സംഭവമാണ് ഐഡക്സ്. ഇത് ഇപ്പൊ ഞാൻ നല്ലൊരു ഒരു ഐഡിയയും കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഐഡിയയും കൊണ്ട് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിനെ അപ്രോച്ച് ചെയ്യാണ്. ഡിഫൻസിന് ഈ ഒരു ഇന്നോവേഷൻ നല്ലതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ ആ ഒരു ബിസിനസ് ഫോം ചെയ്യാൻ അവർ തന്നെ കാശ് തരും. അതാണ് ഐഡക്സ്. 400 crore ആണ് അതിനുവേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. ഓക്കെ. പിന്നെ മൊബൈൽ ഫോൺസ് അതിന്റെ ചാർജേഴ്സ്, ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ഒക്കെ കസ്റ്റംസ് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്ത് അതൊക്കെ ആ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റിനെയൊക്കെ സഹായിക്കും. പിന്നെ ക്ലീൻ എനർജി, ഇതൊന്ന് പഠിച്ചു വെച്ചാണ്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. നമ്മളെ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന. ഇതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന 2ാമത്തെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യൂ കിട്ടിയ ഒരു വീഡിയോ, ഏതാണ്ട് 1-2 ലക്ഷം വ്യൂ എനിക്ക് കിട്ടിയായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ വീടുകളുടെ റൂഫ് ടോപ്പിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കൊടുക്കുന്ന സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളുടെ മുകളിൽ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ അപ് ടു 300 യൂണിറ്റ് വരെ ഒരു മാസം മാത്രമേ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് എരിയോളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം. വലിയ സബ്സിഡിയൊക്കെ കിട്ടും. അപ്പൊ അതാണ് അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് മാറ്റി വെച്ചാൽ 10,000 crore പഠിച്ചു വെച്ചോണം. 10,000 crore. പിന്നെ ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്നുള്ള പേരിൽ, ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്നുള്ള പേരിൽ ന്യൂക്ലിയർ റിയാക്ടർ 300 മെഗാവാട്ട് വരെ കപ്പാസിറ്റി ഉള്ള സ്മോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ് ഈ 300 മെഗാവാട്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്നുള്ള പേരിൽ 300 മെഗാവാട്ട് വരെ കപ്പാസിറ്റി ഉള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സ്ഥാപിക്കാൻ പ്രൈവറ്റ് കമ്പനീസിനെ ഗവൺമെന്റ് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തേക്കാണ്. ഗവൺമെന്റിന്റെ മുമ്പ് ഇത്രയും കാലം ന്യൂക്ലിയർ സെക്ടറിൽ പ്രൈവറ്റ് കമ്പനീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് അണ്ടർ ഗവൺമെന്റ് കൺട്രോൾ. അപ്പൊ കൽപ്പാക്കം ന്യൂക്ലിയർ റിയാക്ടർ അല്ലെങ്കിൽ കൂടംകുളം ന്യൂക്ലിയർ റിയാക്ടർ എവറിത്തിങ് വാസ് അണ്ടർ ഗവൺമെന്റ് കൺട്രോൾ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പ്രൈവറ്റ് കമ്പനീസിനെ കൂടെ ഇൻവൈറ്റ് ചെയ്തേക്കാണ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് സ്ഥാപിക്കാൻ 300 മെഗാവാട്ട് വെച്ച്. എന്നിട്ട് അവിടെ നമ്മൾ ഇൻഡിജിനസ് ടെക്നോളജീസ് പരീക്ഷിക്കണം. ഇപ്പൊ നമ്മൾ റഷ്യയുടെ ഒക്കെ റിയാക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻഡിജിനസ് ടെക്നോളജീസ് പരീക്ഷിച്ച് വേണം ഇത് ഉണ്ടാക്കാൻ. അവിടെ പുതിയ ഇന്നോവേഷൻസ് നടപ്പാക്കണം. അത് ഭാവിയിൽ ഇന്ത്യയിലെ വലിയ റിയാക്ടേഴ്സ് സ്ഥാപിക്കാൻ ഉപയോഗപ്പെടുത്തണം. അതാണ് ഗവൺമെന്റ് ലക്ഷ്യം. ഓക്കെ. പിന്നെ ഇന്ത്യയിൽ ഇതുവരെയ്ക്കും ഇല്ലാത്തൊരു സംഭവം വരാൻ പോയാണ്. ഈ ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീൽ, അലൂമിനിയം പോലുള്ള ഇൻഡസ്ട്രീസിന് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഉടനെ വരും. അത് എഴുതിയെടുക്കേണ്ട കാര്യം, അത് ഇതുവരെയ്ക്കും ബഡ്ജറ്റിലൊന്നും പറഞ്ഞിട്ടില്ല, അത് വരുമെന്നേ പറഞ്ഞുള്ളൂ. എമിഷൻ സ്റ്റാൻഡേർഡ്, സ്റ്റീൽ, അലൂമിനിയം പോലുള്ള ഇൻഡസ്ട്രീസ് ഭയങ്കര പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ്. അപ്പൊ അവർക്ക് എമിഷൻ നോംസ് വരാൻ പോയാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പണ്ടേ ഉള്ളതാണത്. ഇന്ത്യ എക്കോണമി അത്രയും മെച്ചൂർഡ് അല്ലാത്തത് ഇത്രയും കാലം ഇല്ലായിരുന്നു. പിന്നെ വിമൻ ഫ്രണ്ട്ലി സ്കീംസ് ഗെറ്റ് എ പുഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. അതായത് വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട്, മൊത്തത്തില് വിമനിനും
ചൈൽഡിനും ഗുണം വരുന്ന ചിൽഡ്രനും ഗുണം വരുന്ന സ്കീമുകൾ നടപ്പാക്കാൻ 3 ലക്ഷം കോടി 3 lakhs crores ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് വിമനും ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഗേൾ ചൈൽഡ് മാത്രമല്ല ബോയ് ചൈൽഡിനും ഉണ്ട്. ഓക്കെ, അപ്പോ അതിൽ ഒരു സ്കീമായിട്ട് പറയുന്നത് അതിന്റെ അകത്ത് പറയുന്ന ഒരു സ്കീമാണ് വാത്സല്യ എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാത്സല്യ, NPS വാത്സല്യ എന്ന് ചിലയിടത്തൊക്കെ എഴുതിയിട്ടുണ്ട്. NPS വാത്സല്യ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. NPS എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സിസ്റ്റം. അതായത് നമ്മളുടെ പെൻഷനിലേക്ക് നമ്മൾ സ്വയം കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പം മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഗവൺമെന്റ് തന്നെ പെൻഷൻ കൊടുക്കുമായിരുന്നു. ആ സിസ്റ്റം ഇപ്പം മാറ്റി. നമ്മളെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഇപ്പം പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ NPS ലേക്ക് എനിക്ക് എൻ്റെ മാൻഡേറ്ററി കട്ടിങ് അല്ലാതെ എനിക്ക് എത്ര ആണെങ്കിലും അതിൻ്റെ അകത്ത് ഇടാം. ഇപ്പൊ സർക്കാർ NPS വാത്സല്യ എന്ന് പറയുന്ന സംഭവം കൊണ്ട്, അതായത് എനിക്കൊരു മൈനർ ചൈൽഡ് ഉണ്ട്. ഇപ്പൊ എനിക്കൊരു 3 വയസ്സുള്ള മോളുണ്ട്. അവളുടെ പേരിൽ എനിക്ക് വേണമെങ്കിൽ ഒരു NPS ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. NPS വാത്സല്യ എന്നുള്ള പേരിൽ. അത് എന്റെ മോളോടുള്ള വാത്സല്യം കൊണ്ട്, അതുകൊണ്ടാണ് NPS വാത്സല്യ എന്നുള്ള പേര്. അവൾക്ക് 18 വയസ്സാകുമ്പോൾ അവളുടെ ഭാവിയുടെ പെൻഷൻ സ്കീമായിട്ട് അതിനെ മാറ്റുകയും ചെയ്യാം. അതുവരെ എനിക്ക് അതിൽ ഇട്ട് പോവാം അവളുടെ പേരിൽ. മനസ്സിലായോ? അത് അങ്ങനെ ഒരു സംഭവം. അതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ് NPS വാത്സല്യ. പിന്നെ അതില് ഓൾറെഡി ഗവൺമെന്റിന്റെ സ്കീമുകളായ പോർഷൻ 2 എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളുടെയും അമ്മമാരുടെയും പിന്നീട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷൻ 2. അതുപോലെ മിഷൻ വാത്സല്യ, മിഷൻ ശക്തി, ഇതുപോലുള്ള ചിൽഡ്രനും അമ്മമാർക്കും വേണ്ടിയുള്ള കുറെ സ്കീമുകളുണ്ട്. അതിലൊക്കെ ഭയങ്കര ഫണ്ടിങ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളുക. പിന്നെ 10 lakh എഡ്യൂക്കേഷൻ ലോൺ വിത്ത് ആനുവൽ 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. അതായത് നമ്മളുടെ കുട്ടികൾക്ക് ഇന്ത്യക്കകത്ത് തന്നെ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ വരെ ഗവൺമെന്റ് കൊടുക്കും. 10 ലക്ഷം രൂപ വരെ ലോൺ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കും. അത് പഠിച്ചു വെച്ചേക്കണം. ഹയർ എഡ്യൂക്കേഷൻ സ്റ്റഡിക്ക് എത്ര എഡ്യൂക്കേഷൻ ലോൺ? 10 lakhs rupees വരെ. 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10% നമ്മൾ പേ ചെയ്യണം. പക്ഷേ 3% പിന്നെ നമ്മൾ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ആയിട്ട് സബ്സിഡി ആയിട്ട് നമുക്ക് വരും. അതിനാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അത് ഈ അഗ്രികൾച്ചർ സെക്ടറിലൊക്കെ നമ്മൾ അഗ്രികൾച്ചർ ലോണൊക്കെ കാർഷിക ലോണൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ 8% ആയിരിക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റ്. നമ്മൾ ആ 8% പേ ചെയ്യണം. പക്ഷേ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ നമുക്ക് അതിൽ ബാക്കി 4% സബ്സിഡി ആയിട്ട് വരും. അതിനാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എഡ്യൂക്കേഷൻ ലോണിൽ വരുന്ന ഇൻട്രസ്റ്റ് സബ്വെൻഷൻ 3%. പിന്നെ ഇവിടെയൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട പലതും ഞാൻ പറഞ്ഞു. ഇത് വളരെ പ്രധാനമാണ്. FM അലോട്ട്സ് 10 lakh crore ഫോർ ഹൗസിംഗ് സ്കീം. ഇന്ത്യയിലെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പറ്റസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന സ്കീം. ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ റൂറൽ വെർഷനും ഉണ്ട്, അർബൻ വെർഷനും ഉണ്ട്. റൂറൽ വെർഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഈ 2024 ഇന്ത്യയിൽ വീടില്ലാത്ത ആരും കാണില്ലെന്നായിരുന്നു ഗവൺമെന്റ് ലക്ഷ്യം. അതൊന്നും നടക്കാൻ പോണില്ല. ബട്ട് മെയ്ഡ് സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് ഇൻ ദാറ്റ് സെക്ടർ. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്, എസ്പെഷ്യലി ഇൻ റൂറൽ ഹൗസിംഗ് സെക്ടർ. ബട്ട് അർബൻ മേഖലയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അർബൻ മേഖലയിൽ ലാൻഡ് കോസ്റ്റ്ലി ആണ്. അപ്പൊ അവിടെ ഗവൺമെന്റിന് കൊടുക്കുന്ന ഫുള്ളി ഗവൺമെന്റ് ഒരിക്കലും ഫണ്ട് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ 50 ലക്ഷം രൂപ വേണ്ടി വരും ഒരു ചെറിയ ഫ്ലാറ്റ് മേടിക്കാൻ തന്നെ. ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെന്റ് അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീമാണ് അവിടെ മെയിൻലി കൊടുക്കുന്നത്. CLSS എന്ന് പറയും, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. അതായത് ഞാനിപ്പോൾ ഒരു അർബൻ പോർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഫ്ലാറ്റ് വാങ്ങാൻ എത്ര രൂപ ചിലവാകും, ആ പൈസയിൽ ഇത്ര രൂപ വരെ ഞാൻ എടുക്കുന്ന ലോണിന് ഇത്ര സബ്സിഡി. വലിയ ഹ്യൂജ് സബ്സിഡി കിട്ടുന്നുണ്ട്. 10 ലക്ഷവും 12 ലക്ഷവും ഒക്കെ ഇൻട്രസ്റ്റിൽ സബ്സിഡി കിട്ടുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ തിരിച്ചടവിലൊക്കെ അതിനാണ് CLSS എന്ന് പറയുന്നത്, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. അങ്ങനെയൊക്കെയാണ് അർബൻ ഹൗസിംഗ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഏതിന്റെ? പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അണ്ടറിൽ. അപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അണ്ടറിൽ പ്രധാനമന്ത്രി ആവാസ് യോജന അർബന്റെ അണ്ടറിൽ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്ന് പറഞ്ഞ അർബൻ വെർഷൻ 2 അണ്ടറിൽ 10 crore ഹൗസസ് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. 1 crore ഹൗസസ് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യും. എത്രയാണ്? 1 crore ഹൗസസ്. അതിനുവേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കാൻ പോണ 10 lakhs crores. അതാണ്. പിന്നെ ട്രൈബൽസിന് വേണ്ടി പുതിയൊരു സ്കീം. ഓൾറെഡി ട്രൈബൽസിന് വേണ്ടി ഇങ്ങനെ ഒരു സ്കീം ഉണ്ട്. അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളണം. PM ജന്മൻ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അത് ആക്ച്വലി കംപ്ലീറ്റ് ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ള അല്ല. ട്രൈബൽസിന്റെ ഇടയിൽ PVTG എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ സ്കീം അല്ല ഞാൻ പറയാൻ പോണേ. ഈ സ്കീം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ സ്കീം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഡിക്ലെയർ ചെയ്താണ് PM ജന്മൻ. ഇത് ആദിവാസികളിൽ ട്രൈബൽസിലെ PVTG വിഭാഗത്തിനുണ്ടല്ലോ. PVTG എന്ന് പറഞ്ഞാല് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ അകത്ത് ഭയങ്കര വൾണറബിൾ ആയിട്ട്. ഇപ്പൊ നമുക്കറിയാം വയനാട്ടിലെ ട്രൈബൽസ് ഉണ്ട്. അവര്
വൾണറബിൾ എത്രയാണോ അതിനേക്കാളും വൾണറബിൾ ആണ് ആൻഡമാനിലൊക്കെ ഇന്ന് വരെ ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അങ്ങോട്ട് കയറുന്ന അവരെ അപ്പോഴേ അമ്പും മില്ലും ഇട്ട് കൊല്ലുന്ന ആൾക്കാരുണ്ട്. ഔട്ട്സൈഡ് വേൾഡായിട്ട് യാതൊരു ബന്ധം. അവരാണ് PVTG എന്ന് പറയുന്നത്, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. അവരെ കൊണ്ടാണ് PM ജന്മൻ സ്കീം കൊണ്ടുവന്നത്. ഇപ്പൊ എന്താ PM ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ഇതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കംപ്ലീറ്റ് ട്രൈബൽസിന് വേണ്ടിയുള്ളതാണ്. കേരളത്തില് ആകെ വയനാടിന് മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടൂ. കാര്യം കേരളത്തില് ട്രൈബൽ ഡോമിനേറ്റഡ് വില്ലേജസ് ഉള്ളത് അവിടെയാണ്. അപ്പൊ PM ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അത് ഇന്ത്യയിൽ 63,000 വില്ലേജസ്, ട്രൈബൽ ഡോമിനേഷനുള്ള 63,000 വില്ലേജസിലാണ് ഇത് നടപ്പാക്കാൻ പോണത്. ഇതുവഴി അവരുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയാ. അപ്പൊ ഈ സ്കീമും പഠിക്കുക. ഓക്കെ. ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജുവൽ ഒറാം ആണ്. പിന്നെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിനെ കുറിച്ച്, അത് നെക്സ്റ്റ് പേജിൽ കണ്ടോട്ട് നോക്കട്ടെ. പിന്നെ റെയിൽവേക്ക് മൊത്തം എമൗണ്ട് 2.55 lakh crore. റെയിൽവേക്ക് വേണ്ടി ഗവൺമെന്റ് 2.55 lakhs crores. ഈ 2.55 lakhs crores വലിയൊരു എമൗണ്ട് സേഫ്റ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. കാര്യം റക്കറിംഗ് ആയിട്ടുള്ള റെയിൽ ആക്സിഡന്റ്സ് ആർ ഹാപ്പനിങ് ഇൻ ഇന്ത്യ ആൻഡ് ഗവൺമെന്റ് ഈസ് ഫേസിംഗ് എ ബാരേജ് ഓഫ് criticism from various quarters. So they are focusing mainly on സേഫ്റ്റി ആസ്പെക്ട്സ്. കവച് ഇംപ്ലിമെന്റേഷനിലൊക്കെയാണ് കൂടുതൽ പ്രാവശ്യം ഫോക്കസ് ചെയ്യുന്നത്. ഈ 2.55 lakh crore ഏതാണ്ട് 1 lakh crore കൂടുതലും ഈ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്ത്യയിലെ ന്യൂ ക്രിമിനൽ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ ഫണ്ടിങ്, അതായത് ക്രിമിനൽ ലോസ് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം പോലുള്ള സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് കുറെ കാര്യങ്ങൾ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് കുറെ ഗവൺമെന്റ് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണല്ലോ, അപ്പൊ ഹോം മിനിസ്ട്രി കണ്ടി കൊടുക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം, അതിന് 1,050 crore. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബോർഡർ ഏരിയാസിലെ വില്ലേജസിനെ ടൂറിസം സ്പോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്യുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട്. അപ്പൊ അതായത് ഇപ്പൊ കാശ്മീരിലുള്ള ഒരു ബോർഡർ വില്ലേജിൽ പോയിട്ട് എനിക്ക് ടൂറിസ്റ്റ് ആയിട്ട് താമസിക്കാം. അതിന്റെ ഗുണം എന്ന് പറയുന്നത് അവിടുത്തെ വില്ലേജേഴ്സിന് അങ്ങനെ ഒരു വരുമാനവും കിട്ടും, വില്ലേജേഴ്സിന് കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കിട്ടും. അതുവഴി നമ്മളുടെ ബോർഡറിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. അതാണ് നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി അത് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അതാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഫോർ uplifting infrastructure facilities in border villages. അതിന് 1,050 crore. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഡിസ്കസ് ചെയ്യുള്ളൂ. കാര്യം ഇനിയും കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. ഇത് ഇവിടെ നിന്നിട്ട് അങ്ങോട്ടുള്ളത് ബഡ്ജറ്റിനെക്കാളും ഫോക്കസ് ചെയ്യാനുള്ള മറ്റു കുറെ കാര്യങ്ങളാണ്. മറ്റു കാര്യങ്ങൾ ഇന്നത്തെ പത്രത്തിൽ എല്ലാ ദിവസവും പോലെ നാഷണൽ ന്യൂസ് ഉണ്ട്, പിന്നീട് ഇതുണ്ട്, ഇന്റർനാഷണൽ ന്യൂസ് ഉണ്ട്, മറ്റ് സ്പോർട്സ് ന്യൂസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ നാളത്തെ പത്രത്തിന്റെ കൂട്ടത്തിൽ അതങ്ങ് ഡിസ്കസ് ചെയ്യാം, അതേ പറ്റുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ വലിപ്പം ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര മതി. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഐ മിസ്ഡ് എനി ഓഫ് ദി important points, I will once again go through this video and try to give a clear picture about those missed things tomorrow. Okay. അപ്പം തൽക്കാലം ഇന്ന് ഇത്ര മതി.